ഇന്ന് നമ്മൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന കുരിശുവര. കുരിശുവരയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. കുരിശുവരയ്ക്ക് അറിയാമോ? എത്ര കുരിശുവരയുണ്ട്? 2 കുരിശുവരയുണ്ട്. ചെറിയ കുരിശുവരയും വലിയ കുരിശുവരയും. ചെറിയ കുരിശുവര എങ്ങനെയാണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ്. വലിയ കുരിശുവരയോ? അങ്ങനെയാണെന്നോ തുറന്നേ. തമ്പുരാനെ വിശുദ്ധ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ്. 2 കുരിശുവര. ഇതിൻ്റെ അകത്ത് ആദ്യത്തെ കുരിശുവര, ചെറിയ കുരിശുവര, സഭയുടെ ആരംഭം തുടങ്ങി ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത്തെ കുരിശുവര, വലിയ കുരിശുവര, എന്നാണ് ആരംഭിച്ചതെന്ന് ചരിത്രപരമായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ഏതായാലും 11-ാം നൂറ്റാണ്ടിൽ ഉള്ള രേഖകളിൽ വലിയ കുരിശുവര കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം 11-ാം നൂറ്റാണ്ടിന് മുമ്പ് ഉണ്ടായതാണ് വലിയ കുരിശുവര എന്നർത്ഥം. അപ്പോൾ വലിയ കുരിശുവര എന്നുണ്ടായ അറിയില്ല, 11-ാം നൂറ്റാണ്ടിന് മുമ്പാണ്. ക്ലിയറായ? ചെറിയ കുരിശുവര എന്നുണ്ടായ സഭയുടെ ആദ്യ കാലം തുടങ്ങി അതുണ്ടായിരുന്നു. ഇനി ബൈബിളിൽ കുരിശുവരയുടെ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ കായേന് ദൈവം ഒരടയാളം കൊടുത്തു വിടുന്നു. എന്താ കൊടുത്തു വിടണേ? ഒരടയാളം. കുരിശടയാളം എന്നാണ് നമ്മൾ ഇതിന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതൊരടയാളമാണ്. അപ്പോൾ കായേന് കൊടുക്കുന്ന അടയാളം ഇതിൻ്റെ ഒരു പ്രതീകമാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായം 11 തുടങ്ങി 14 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തിന് നാശം സംഭവിക്കാതിരിക്കാൻ കട്ടിളപ്പടികളിൽ അടയാളം ഇടണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുരിശടയാളം കട്ടിളപ്പടികളിലിട്ട് അവരുടെ കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ആവശ്യപ്പെടുന്നു. നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം, ഈ ബൈബിൾ കൊട്ടേഷനൊക്കെ ആവശ്യമുള്ളവർ എഴുതിയെടുത്തോളാം കേട്ടോ. നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 48-ാമത്തെ വാക്യത്തിൽ കയ്യിൽ അടയാളം നെറ്റിപ്പെട്ടോ ഒക്കെ, നെറ്റിയിൽ അടയാളം ഇടുന്ന കാര്യവും കയ്യിൽ അടയാളം ഇടുന്ന കാര്യവും പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി അടയാളം ഇട്ടുകൊണ്ട് രക്ഷിക്കാൻ വേണ്ടിയുള്ള സൂചന അവിടെ കുറേ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ഒപ്പം തന്നെ എസെക്കിയേലിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 4 അതുപോലെ തന്നെ അടയാളം ഇടാൻ പറയുന്നു. അപ്പോൾ യഹോവയുടെ സംരക്ഷണവും രക്ഷയും കിട്ടാൻ വേണ്ടി പഴയ നിയമത്തിൽ അടയാളപ്പെടുത്താനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കുഞ്ഞാടിനോടുകൂടി സിയോൻ മലയിൽ നിൽക്കുന്നവരെല്ലാം നെറ്റിയിൽ കർത്താവിൻ്റെ നാമം അടയാളപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെറ്റിയിൽ കർത്താവിൻ്റെ നാമം ഉള്ളവർക്കാണ് രക്ഷയുണ്ടാവുക എന്നർത്ഥം. അപ്പോൾ നെറ്റിയിൽ അടയാളപ്പെടുത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ അടയാളപ്പെടുത്തുക എന്നുള്ളത് പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും അന്തർധാരയാണ് എന്ന് സാരം. അപ്പോൾ ബൈബിളിൻ്റെ പശ്ചാത്തലങ്ങളാണ്. ചരിത്രത്തിലൂടെ കുരിശടയാളത്തെ നോക്കുമ്പോൾ AD 230 സഭാചരിത്രകാരനായ തെർത്തുല്യനാണ് കുരിശടയാളം വരയ്ക്കുന്നതിനെ കുറിച്ചുള്ള ആധികാരികമായ അറിവ് നൽകുന്നത്. തെർത്തുല്യം പഠിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കുരിശുവരയോടുകൂടി വേണം ആരംഭിക്കാൻ. എന്താണ്? നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എന്തോടുകൂടി വേണം ആരംഭിക്കാൻ? കുരിശുവരയോടുകൂടി വേണം ആരംഭിക്കാൻ. ആരാ പറഞ്ഞത്? തെർത്തുല്യൻ എന്നാണ് പറഞ്ഞത്. AD 250. അപ്പോൾ എത്ര വർഷം കുഴപ്പമുണ്ടോ? 1800 ജില്ലാൻ വർഷം കുഴപ്പമുണ്ടെന്ന് അർത്ഥം. അപ്പം അദ്ദേഹം പറയുന്നത് യാത്രയ്ക്ക് പോകുമ്പോഴും വരുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണത്തിന് ശേഷവും
ചെരുപ്പ് ഇടുമ്പോഴും ചെരുപ്പ് ഊരുമ്പോഴും ഡ്രസ്സ് ഊരുമ്പോഴും ഒക്കെ കുരിശടയാളം വരയ്ക്കണമെന്ന് അദ്ദേഹം വിശദമായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഭയുടെ ആരംഭത്തിൽ തുടങ്ങി കുരിശടയാളം ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. അതുപോലെ തന്നെ വിശുദ്ധരായ അംബ്രോസ്, അഗസ്റ്റിൻ, അപ്രൈം, ജോൺ ക്രിസോസ്റ്റം, സിറിൽ എന്നിവരൊക്കെ ഈ ആദ്യകാലത്ത് തന്നെ കുരിശടയാളത്തെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഈ കുരിശടയാളത്തിൻ്റെ പേരിൽ ചരിത്രപരമായിട്ട് ചില അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതിലാദ്യത്തേത് എന്ന് വിശേഷിപ്പിക്കാവുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്താണ്. അത് AD 312 അപ്പോൾ തെർത്തുല്യൻ കുരിശടയാളത്തെക്കുറിച്ച് പറയുന്നപ്പോഴാണ് 230 അതിനുശേഷമാണ് ഈ നമ്മുടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനി ആയിരുന്നില്ല, മറിച്ച് അന്യമതസ്ഥനായിരുന്നു. അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ മരണത്തെ തുടർന്ന് ഈ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു വടംവലി നടന്നു. കോൺസ്റ്റന്റൈനും അതുപോലെ തന്നെ മാക്സെൽഷ്യൂസും ഇയാളും തമ്മിലാണ്, കോൺസ്റ്റന്റൈനും തമ്മിലാണ് മത്സരം നടന്നത്. അതിൻ്റെ അകത്ത് മാക്സെൽഷ്യൂസ് കണ്ടമാനം പട്ടാളക്കാരുമായിട്ട് വന്നിട്ട് കോൺസ്റ്റന്റൈനെ ആക്രമിക്കാൻ ഒരുമ്പെടുകയാണ്. കോൺസ്റ്റന്റൈൻ്റെ കൂടെ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അദ്ദേഹം ആകെ അസ്വസ്ഥനായി, അന്യമതസ്ഥനാണ്. അദ്ദേഹം ഇതിനെന്താണ് മാർഗമെന്ന് ആലോചിച്ച് രാത്രി കിടന്ന സമയത്ത് ആകാശത്ത് കുരിശടയാളം കണ്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ അതിനെ വ്യാഖ്യാനിച്ചു കൊടുത്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം തൻ്റെ സൈന്യത്തിൻ്റെ കൊടികളിലും തോരണങ്ങളിലും എല്ലാം പരിചയിൽ പതാകയിൽ ഒക്കെ കുരിശടയാളം ഇട്ടു. അങ്ങനെ ആ കുരിശടയാളം ഇട്ടത് വഴിയായിട്ട് അവർ പിറ്റേ ദിവസം രാവിലെ യുദ്ധം ചെയ്യാനായിട്ട് പോകുന്നത് ഈ കുരിശടയാളം ഇട്ടു. എന്നിട്ട് ആ യുദ്ധത്തിൽ അദ്ദേഹം ജയിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് 313 മിലാൻ വിളംബരം ഉണ്ടാകുക. മിലാൻ വിളംബരത്തോടു കൂടിയാണ് ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുക. ഇന്ന് നമ്മൾ കാണുന്ന വത്തിക്കാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടായതും ഈ 303 മിലാൻ വിളംബരത്തിനോട് ബന്ധപ്പെട്ടാണ്. ചരിത്രവും ഇതെല്ലാം കൂടി ഞാൻ ഒരുമിച്ച് കൂട്ടിപ്പഠിക്കാൻ പോകണം. അത്യാവശ്യം ഒരു ബന്ധപ്പെട്ട കാര്യം ഞാൻ വരികയില്ല. അപ്പോൾ ഇത് ഒരു കാര്യം അതാണ്. പിന്നീട് നടന്നൊരു അത്ഭുത സംഭവം എന്ന് പറയുന്നത് 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ്. 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭമാണ് കോൺസ്റ്റന്റൈനിലെ ഈ സംഭവം. 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നടന്നൊരു സംഭവമാണ്. അത് ഇതാണ്. നീനോ എന്ന് പറയുന്ന വിശുദ്ധൻ, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ രാജ്ഞി മാരകമായ രോഗം ബാധിച്ച് കിടപ്പിലായി. അവരെ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരുന്നപ്പോഴും ഒട്ടേറെ വൈദ്യന്മാർ വന്ന് പരിശോധിച്ച് കാര്യങ്ങൾക്കൊന്നും തീരുമാനമായില്ല. അവസാനം ഈ നീനോ എന്ന് പറയുന്ന വിശുദ്ധൻ ഈ രാജ്ഞിയെ കാണാൻ വന്നു. അദ്ദേഹം ഈ രാജ്ഞിയുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും അതുവഴിയായിട്ട് മാരകമായ അസുഖം രാജ്ഞിയെ വിട്ടുപോവുകയും ഒക്കെ ചെയ്ത സംഭവം ചരിത്രപരമായിട്ട് രേഖപ്പെടുത്തി. ഞാനീ പറയുന്നത് ചരിത്രപരമായിട്ട് രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ പലതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. മൂന്നാമത്തേത് വിശുദ്ധ ഗ്രിഗറി നസിയാൻസൺ പറയുന്ന ഒരു സംഭവമാണ്. അദ്ദേഹം ജൂലിയൻ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ രസകരമായ ഒരു സംഭവം പറയുന്നുണ്ട്. ജൂലിയൻ നാട് ഭരിച്ചിരുന്ന കാലത്ത് തൻ്റെ ഭാവി എന്തായിരിക്കും എന്നറിയാനായിട്ട് കുറേ മന്ത്രവാദികളെയും ഒക്കെ വിളിച്ചു വരുത്തി അവർ ദുഷ്ടാരൂപികളെയും പിശാചിനെയൊക്കെ സേവിച്ച് അവരെ പ്രീതിപ്പെടുത്തി നിർത്തി. അവരുടെ ഭയാനകമായ അന്തരീക്ഷത്തിൽ ജൂലിയൻ ക്രിസ്ത്യാനിയായിരുന്നു. പക്ഷേ അദ്ദേഹം ക്രിസ്തു മതത്തിൻ്റെ രീതികൾ വിട്ടിട്ട് അന്യ മതത്തിലേക്ക് പോയി കഴിഞ്ഞ് ഈ പിശാചുകളൊക്കെ കൂടി അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഇവരെ ഈ ദുർമന്ത്രവാദി വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ പേടിച്ചു കഴിഞ്ഞപ്പോൾ ജൂലിയൻ അറിയാതെ കുരിശു വരച്ചു.
കുരിശ് വരച്ച ആ സെക്കൻഡിൽ ഈ ദുർമന്ത്രവാദി കഷ്ടപ്പെട്ടിട്ടാണ് ഈ പിശാചുകളെയൊക്കെ വിളിച്ചു വരുത്തിയത്. ജൂലിയൻ കുരിശ് വരച്ച ആ സെക്കൻഡിൽ ആ മുറിയിൽ നിന്ന് ആ പ്രദേശത്തു നിന്നും ഈ പിശാചുകളൊക്കെ പോയി. അതോടെ ഈ ദുർമന്ത്രവാദിക്കായ ദേഷ്യമായി ജൂലിയനെ ചീത്ത വിളിച്ച് ഇനി കുരിശ് വരയ്ക്കരുത് എന്ന് പറഞ്ഞ് താക്കീത് ചെയ്ത് അവിടെ നിർത്തി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ദുർമന്ത്രവാദി കഷ്ടപ്പെട്ട് പിശാചുകളെ വിളിച്ചു വരുത്തി. രണ്ടാമതും ജൂലിയന് ഇതേ പ്രശ്നം തന്നെ സംഭവിച്ചു. ഈ പിശാചുകളെ കണ്ടപ്പോൾ പേടിച്ചു പോയപ്പോൾ ചടി കുരിശു വരച്ചോടി പിശാചുകൾ പോയി. അതോടെ മന്ത്രവാദി ഉപേക്ഷിച്ചു പോയെന്നും ജൂലിയൻ തൻ്റെ നിലപാട് മാറ്റിയെന്നും ഒക്കെയാണ് ചരിത്രം. ഇനി ഇതങ്ങനെ രേഖപ്പെട്ട ചരിത്രത്തിൽ ആദ്യകാലത്ത് രേഖപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി കുരിശ് വരയ്ക്കുന്ന വിധത്തെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. രണ്ട് ശൈലിയിൽ കുരിശ് വരയ്ക്കാറ്. ഒന്ന് ഈ 3 വിരൽ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു രീതി, മറ്റൊന്ന് 5 വിരലും ഉപയോഗിച്ച് ചെയ്യുന്ന രീതി. പാശ്ചാത്യ നാട്ടിൽ 5 വിരലും ഉപയോഗിച്ചുള്ള രീതിയാണ്. അതിന് പാശ്ചാത്യർ നൽകുന്ന വ്യാഖ്യാനം ഇതാണ്: യേശുവിന് എത്ര മുറിവുകളുണ്ടായി? 5 ക്ഷതങ്ങൾ നമുക്ക് കാണപ്പെടുന്ന മുറിവുകൾ, കുരിശിൽ കാണുന്ന 5 മുറിവുകൾ. ഈ 5 മുറിവുകളുടെ പ്രതീകമായിട്ട് 5 വിരലുകൾ കൊണ്ടാണ് പാശ്ചാത്യ നാട്ടിൽ കുരിശ് വരയ്ക്കുക. ക്ലിയറായ 5 വിരലുകൊണ്ട്. പൗരസ്ത്യ നാട് 3 വിരൽ കൊണ്ടാണ്. 3 വിരൽ ഇതെന്തിൻ്റെ സൂചനയാണ്? നമ്മൾ ദേഷ്യം കയറിക്കുന്ന ആരെങ്കിലും തന്തയ്ക്ക് വിളിക്കുമ്പോൾ എന്തുകൊണ്ട്? അപ്പോൾ ഇത് പിതാവിൻ്റെ സൂചനയാണ്. ചൂണ്ടുവിരൽ പുത്രൻ്റെ സൂചനയാണ്. നടുവിരൽ പരിശുദ്ധാത്മാവിൻ്റെ സൂചനയായിട്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന സൂചന വെച്ചിട്ട് അങ്ങനെ 3 വിരൽ ഉപയോഗിച്ചിട്ടാണ് കുരിശ് വരയ്ക്കുന്ന രീതി പൗരസ്ത്യ സമൂഹത്തിൽ ഉള്ളത്. ഇത് രണ്ടുമല്ലാത്ത നമുക്ക് തോന്നിയ രീതികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പൗരസ്ത്യരെന്നുള്ള നിലയിൽ നമ്മൾ അനുകരിക്കേണ്ട രീതി എന്താണ്? 3 വിരൽ ഉപയോഗിച്ച് ചെയ്യാന്നുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞാലാണ് ഈ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കുരിശ് വരെയാണ്. എല്ലാ കർമ്മങ്ങളും, എല്ലാ കുദാശകളും, എല്ലാ ജോലികളും, എല്ലാ ക്രിയകളും ആരംഭിക്കുന്ന കുരിശ് വരയോടുകൂടിയാണ്. അപ്പോൾ കുരിശ് വര എല്ലാത്തിൻ്റെയും ആരംഭമാണ് എന്നർത്ഥം. രണ്ടാമതായിട്ട് കുരിശ് വരയിലൂടെ ത്രിത്വത്തെ നമ്മൾ അനുസ്മരിക്കുകയും ത്രിത്വത്തിന് നമ്മളെ സമർപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഒന്നാമതായിട്ട് കുരിശ് വര എന്താണ്? കുരിശ് വര എല്ലാത്തിൻ്റെയും ആരംഭമാണ്. രണ്ടാമതായിട്ട് കുരിശ് വര ത്രിത്വൈക ദൈവത്തെ അനുസ്മരിക്കുകയും ത്രിത്വൈക ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുക. രണ്ടാമത് ത്രിത്വൈക ദൈവത്തെ അനുസ്മരിക്കലും ദൈവത്തിന് സമർപ്പണവുമാണ്. മൂന്നാമതായിട്ട് ഈ കുരിശിലൂടെ ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതി നമ്മൾ ഓർക്കുകയും ആ രക്ഷാകര പദ്ധതിയിലേക്ക് നമ്മളെ തന്നെ നമ്മളുടെ ആ രക്ഷാകര പദ്ധതിയിലുള്ള നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യാം. നാലാമതായിട്ട് അപ്പോൾ കുരിശുവരയിലൂടെ ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതി നമ്മൾ ഓർക്കുകയും ആ രക്ഷാകര പദ്ധതിയുടെ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യാം. നാലാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വശാസ്ത്രമാണ്. നമ്മൾ ഓരോരുത്തരും മാമോദീസയിലൂടെ ക്രിസ്തുവിൻ്റെ പൊതു പൗരോഹിത്യത്തിൽ അംഗങ്ങളായിട്ടുണ്ട്. പൗരോഹിത്യ ധർമ്മമാണ് 3 വിരൽ കൊണ്ട് ആശീർവദിക്കാറുള്ളത്. ഒരപ്പൻ അല്ലെങ്കിൽ അമ്മ മക്കളെ ആശീർവദിക്കുന്നത് എങ്ങനെയാണ്? വിടർന്ന കൈയായിട്ടാണ്, കൈ വിടർത്തിയ, അല്ലേ? അച്ഛൻ ആശീർവദിക്കുന്നത് എങ്ങനെയാണ്? 3 വിരൽ ഉപയോഗിക്കാം. എല്ലാത്തന്മാരല്ല, വിവരമില്ലാത്ത അച്ഛന്മാർ കൈ വിടർത്തി ആശീർവദിക്കും. അത് പൗരോഹിത്യ ആശീർവാദമല്ല, അത് പിതൃത്വ ആശീർവാദം. ക്ലിയറായോ? പൗരോഹിത്യ ആശീർവാദം 3 വിരലുമാണ്. അപ്പോൾ 3 വിരലുകൊണ്ട് നമ്മളെ ആശീർവദിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്: മാമോദീസയിലൂടെ ക്രിസ്തുവിൻ്റെ പൊതു പൗരോഹിത്യത്തിൽ അംഗങ്ങളായ ഞാൻ
എൻ്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഞാൻ എന്നെ തന്നെ ആശീർവദിക്കലാണ് കുരിശുവര. എഴുതി വെച്ചു. മാമോദീസയിലൂടെ ക്രിസ്തുവിൻ്റെ പൊതു പൗരോഹിത്യത്തിലെ അംഗമായ ഞാൻ ആ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് എന്നെ തന്നെ ആശീർവദിക്കലാണ് കുരിശുവര. ഒന്നത് പറഞ്ഞോ. ക്രിസ്തുവിൻ്റെ പൊതു പൗരോഹിത്യത്തിലെ അംഗമായ ഞാൻ ആ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് എന്നെ തന്നെ ആശീർവദിക്കലാണ് കുരിശുവര. ഇപ്പോൾ മനസ്സിലായോ? ഇവിടെ നിന്ന് അച്ഛൻ ആശീർവദിക്കുമ്പോൾ നിങ്ങൾ സ്വയം കുരിശു വരച്ച് ആ ആശീർവാദം സ്വീകരിക്കുകയാണെന്ന് അർത്ഥം. അപ്പോൾ കുരിശുവരയുടെ അർത്ഥമാണത്. ഇനി നമുക്ക് കുരിശുവര ചെയ്യുമ്പോൾ അതിൻ്റെ പൊതുവായ ചില അർത്ഥങ്ങളെ നമുക്ക് നോക്കാം. പൗരസ്ത്യ സഭയിലും പാശ്ചാത്യ സഭയിലുള്ളത് നമ്മൾ പറഞ്ഞു. സാധാരണയായിട്ട് ചെറിയ കുരിശടയാളം വരയ്ക്കുമ്പോൾ ശിരസിനും നെഞ്ചിനും ഇരുതോളിനും വലത് കൈ കൊണ്ട് നമ്മൾ വരയ്ക്കുന്നു. അത് അനുസരിച്ച് സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. നെറ്റിത്തടം സ്വർഗത്തെ പ്രതിനിധീകരിക്കുന്നു, നെഞ്ചിന് താഴെ വരുന്നത് ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു, ഇരു തോളുകൾ ദൈവിക ശക്തിയുടെ സൂചനയാണ്. അപ്പോൾ അത്തരത്തിലാണ് ചെറിയ കുരിശുവര നമ്മൾ നടത്തുക. സ്വർഗത്തെയും ഭൂമിയെയും ദൈവത്തിൻ്റെ ശക്തിയെയുമാണ് നമ്മൾ ചെറിയ കുരിശടയാളത്തിലൂടെ അനുസ്മരിക്കുന്നതെന്നർത്ഥം. വലിയ കുരിശടയാളത്തിലൂടെ നമ്മൾ കൈകൾ കൂപ്പി തമ്പുരാനെ എന്ന് വിളിച്ചാണ് ആരംഭിക്കുക. ഇടതുകരം നെഞ്ചിൽ ചേർത്ത് വലത് കൈ കൊണ്ട് തള്ളവിരൽ മാത്രം നിവർത്തി വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിത്തടത്തിൽ കുരിശ് വരയ്ക്കുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മുടെ ബുദ്ധിയെയും ചിന്തയെയും ഉറവിടമായ നെറ്റിത്തടമാണ് നമ്മൾ വിശദീകരിക്കുന്നതെന്ന് അർത്ഥം. നമ്മുടെ ബുദ്ധിയുടെയും ചിന്തയുടെയും തീരുമാനത്തിൻ്റെയും ഒക്കെ ഉറവിടമായ നെറ്റിത്തടം ആശീർവദിക്കുകയാണ്. അത് കഴിഞ്ഞ് അധരം നമ്മൾ കുരിശ് വരച്ചുകൊണ്ട് ശത്രുക്കളിൽ നമ്മളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ അധരം കൊണ്ടാണ് മഹാഭൂരിഭാഗം ശത്രുക്കൾ നമുക്കുണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: അധരത്തിലൂടെ ശത്രുക്കൾ ഉണ്ടാക്കരുത് എന്ന് കരുതി. അതുകൊണ്ടാണ് ക്രിസ്തു തന്നെ പറഞ്ഞു വെച്ചത്, നാവിലെ പിഴവ് പറ്റാത്തവൻ പൂർണ്ണനാണ് എന്ന് പറയുന്നതിൻ്റെ പൊരുളതാണ്. അപ്പോൾ അരുതാത്തതൊക്കെ പുറത്തേക്ക് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ അധരങ്ങളെ നമ്മൾ കുരിശടയാളം വരയ്ക്കുന്നത്. നമ്മുടെ സംസാരത്തെയും അതുപോലെ തന്നെ പ്രാർത്ഥനയെയും ഒക്കെ ആശീർവദിക്കലാണ് അതിലൂടെ ചെയ്യുക. വായിലൂടെ പുറത്തേക്ക് വരുന്ന പ്രാർത്ഥനകൾ, സംസാരങ്ങൾ എല്ലാം അതിലൂടെ വരുന്നതാണ്. അതെല്ലാം വിശദീകരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നെഞ്ചിന് താഴെ കുരിശ് വരച്ച് നമ്മൾ തമ്പുരാനെ എന്ന് വിളിച്ച നമ്മുടെ ഹൃദയവികാരങ്ങളെയും വികാരങ്ങളെയും വിശദീകരിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. നമ്മുടെ ഊഹങ്ങൾ, നമ്മുടെ വികാരങ്ങൾ ഇതിനെയൊക്കെയാണ് അതിനെ ആശീർവദിക്കുക. നെറ്റിയിലേക്ക് കരമുയർത്തി പിതാവിൻ്റെ എന്ന് വിളിക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന് വിളിച്ചിട്ടാണ് അവസാനിപ്പിക്കുക. പിതാവിൻ്റെ എന്ന് വിളിക്കുമ്പോൾ പിതാവായ ദൈവത്തെ നമ്മൾ സ്വർഗത്തിലിരുന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയ പുത്രൻ്റെ പിതാവിൻ്റെ നമ്മൾ പറഞ്ഞു സ്വർഗത്തിൻ്റെ പ്രതീകമാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയ പുത്രനെ നമ്മൾ അനുസ്മരിക്കുന്നു താഴത്തേക്ക്. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമ്മൾ അനുസ്മരിച്ച് ആണ് നമ്മൾ അത് അവസാനിപ്പിക്കുക. ഈ കുരിശടയാളം വരയ്ക്കുന്നതുകൊണ്ടുള്ള ചില ഗുണങ്ങൾ സമയം വൈകുന്നത് വേഗം സ്പീഡിൽ പോകും, പെട്ടെന്ന് എഴുതിയെടുക്കുക. ഒന്ന്, അത് യഥാർത്ഥമായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ ആരംഭം മാത്രമല്ല, അതുതന്നെ ഒരു വലിയ പ്രാർത്ഥനയാണ് എന്നുള്ളത്. ഒന്നാമത്തെ കുരിശുവര ഒരു പ്രാർത്ഥനയാണ് എന്നുള്ളത്. ഏറ്റവും ചെറുതും ഏറ്റവും ഉദാത്തവുമായ പ്രാർത്ഥനയാണ് കുരിശുവര. രണ്ട്, കുരിശുവരയിലൂടെ ദൈവത്തിൻ്റെ കൃപകൾ സ്വീകരിക്കാൻ നമ്മളെ സജ്ജരാക്കുകയാണ്. കൃപകൾ സ്വീകരിക്കാൻ ഒരുക്കുകയാണ് നമ്മൾ. രണ്ട്, കൃപകൾ സ്വീകരിക്കാൻ ഒരുക്കുന്നു. മൂന്ന്, കുരിശുവരയിലൂടെ നമ്മെ തന്നെ വിശുദ്ധീകരിക്കും. കുരിശുവരയിലൂടെ നമ്മെ തന്നെ വിശുദ്ധീകരിക്കും. നാല്, കുരിശുവരയിലൂടെ നമ്മെ തന്നെ ത്രിത്വൈക ദൈവത്തിന് സമർപ്പിക്കും. നാല്,
ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കും. 5, ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ സഹനം. കുരിശിലൂടെയാണല്ലോ ഈശോ രക്ഷിച്ചത്. ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ സഹനത്തെ നമ്മൾ ഓർക്കുകയും അതിനോട് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. 5, ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ രക്ഷ നമ്മൾ അനുസ്മരിക്കുകയും കൃതജ്ഞത അർപ്പിക്കുകയും. 6, ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ ഏറ്റുപറയും. 6, ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ ഏറ്റുപറയും. 7, നമ്മുടെ ജീവിതവും നമ്മുടെ പ്രാർത്ഥനകളുമൊക്കെ ദൈവത്തിൽ കേന്ദ്രീകരിക്കും. ദൈവത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. 8, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. 7 ദൈവത്തിൽ കേന്ദ്രീകരിക്കുന്നു, 8 ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നു. 9, യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ ശിഷ്യത്വം പ്രഖ്യാപിക്കും. ഞാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് എന്ന് പ്രഖ്യാപിക്കുക. നമ്മളൊരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ നോക്കുക. യാത്ര ചെയ്യുമ്പോൾ പല ജാതി മതസ്ഥരുണ്ടാവും. നമ്മളൊരു പള്ളി കണ്ടു. പള്ളി കണ്ട അവിടെ വെച്ച് കുരിശ് വരച്ചാൽ എന്തായി അർത്ഥം? കാണുന്നവനെന്ന് വിചാരിക്കും ക്രിസ്ത്യാനിയാണെന്ന് അപ്പം തന്നെ വിചാരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യത്വമാണ് നമ്മൾ അതിലൂടെ പ്രഖ്യാപിക്കുന്നതെന്നർത്ഥം. 10, ദൈവത്തിൻ്റെ ഇടപെടലിനുള്ള സഹായാഭ്യർത്ഥനയാണ് കുരിശുവര. ദൈവത്തിൻ്റെ ഇടപെടലിനുള്ള സഹായാഭ്യർത്ഥനയാണ് കുരിശുവര. 11, മാമോദീസ വാഗ്ദാനത്തിൻ്റെ അനുസ്മരണമാണ്. അല്ലെങ്കിൽ ആ വാഗ്ദാനം വീണ്ടും നമ്മൾ പ്രഖ്യാപിക്കുകയും ഉറപ്പിക്കുകയും ചെയ്താണ്. മാമോദീസയിൽ നമ്മുടെ തലവട്ടപ്പനും ചെയ്ത വാഗ്ദാനങ്ങളുടെ ഉറപ്പിക്കലാണ് ഓരോ കുരിശുവരയും എന്ന സ്ഥലം. 12, കുരിശുവരയിലൂടെ മറ്റുള്ളവരുടെ ശാപങ്ങളെയും ദോഷങ്ങളെയും ഒഴിവാക്കുന്നു എന്നർത്ഥം. നമ്മുടെ ഭാരതീയ സങ്കല്പം അനുസരിച്ച് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ മറ്റുള്ള ദോഷങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള ക്രൈസ്തവൻ്റെ നിലപാടാണ് എന്ത് കുരിശുവര. ദൃഷ്ടിദോഷം മറ്റേ ദോഷം എന്നൊക്കെ പറഞ്ഞാണെന്ന് നിങ്ങൾ അന്ധവിശ്വാസത്തിൻ്റെ ഒന്നും കുറേ പോകണ്ട. കുരിശു വരച്ചാൽ തീരാവുന്ന പ്രശ്നമേ നമുക്കുള്ളൂ. അപ്പോൾ ശാപങ്ങളെയും അങ്ങനെയുള്ള ദോഷങ്ങളെയും അകറ്റുന്നതാണ് അതെന്ന്. 13, ക്രിസ്തുവിനാൽ നമ്മൾ അടയാളപ്പെടുത്തുന്നതാണ്. നമ്മൾ നേരത്തെ ബൈബിളിൻ്റെ സൂചനകൾ പറഞ്ഞു. അടയാളപ്പെടുത്തലിലൂടെയാണ് സംരക്ഷണം ഉണ്ടാകുക. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യഹോവയുടെ സംരക്ഷണം ലഭിക്കുന്നത് അടയാളപ്പെടുത്തലിലൂടെയാണ്. അങ്ങനെ കുരിശുവരയിലൂടെ നമ്മളെ തന്നെ അടയാളപ്പെടുത്തുകയാണ്. 14, ക്രിസ്തുവിൻ്റെ പടയാളിയാകുന്നു എന്നുള്ളത്. കാരണം നമ്മുടെ ക്രിസ്തുവിൻ്റെ സംരക്ഷണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചുമന്നുകൊണ്ടാണ് പോവുക. അപ്പോൾ തിന്മയ്ക്കെതിരെയുള്ള പടയാളിയായിട്ടാണ് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ പടയാളിയായിട്ട് മാറുന്നു കുരിശുവരയിലൂടെ എന്നർത്ഥം. 15, പിശാചിനെ ചെറുക്കുന്നു എന്നുള്ളത്. പ്രലോഭനങ്ങളെ അകറ്റാനും അതുപോലെ തന്നെ പൈശാചിക ആക്രമണങ്ങളെയും ബാധകളെയും ഒക്കെ ഒഴിപ്പിക്കാനും ഒക്കെ ഈ കുരിശുവരയിലൂടെ സാധിക്കും എന്നർത്ഥം. ദുശീലങ്ങളിൽപ്പെട്ടവരുമൊക്കെ കുരിശു വരയ്ക്കുമ്പോൾ അതിലൂടെ മാറ്റുവാനായിട്ട് സാധിക്കുമെന്നുള്ളത്. 16, നമ്മളെ തന്നെ ആത്മാവിൽ മുദ്ര പതിപ്പിക്കാനായിട്ട് പറ്റും എന്നുള്ളത്. ആത്മാവിൻ്റെ മുദ്രയാണ് കുരിശുവര എന്നുള്ളത്. 17, മറ്റുള്ളവരുടെ മുമ്പിലെ സാക്ഷ്യമാണ്, വലിയ ക്രൈസ്തവ സാക്ഷ്യമാണ് കുരിശുവര എന്നുള്ളത്.